ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ശിവേട്ടൻ രാവിലെ തന്നെ ഓഫീസിൽ പോയി. അപ്പം ഞാനിന്ന് വർക്ക് ഫ്രം ഹോം എടുത്തിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വൈകുന്നേരം എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്ന് കണ്ണും കൂടി എഴുതിയിട്ട് പോകാൻ ഓർക്കുന്നു. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ടും പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ എങ്ങനെയായിരിക്കും എന്നുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു വെക്കാം. ഇക്കുക്കുട്ടനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാനാണെങ്കിൽ 2 വീലറിന് പോകാമെന്ന് ഓർത്തു അമ്പലത്തിലേക്ക്. അപ്പം അല്ലെങ്കിൽ അവൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം പുള്ളിക്കും കൂടെ പോരണം. അപ്പം ദേവതേനോട് അവൻ നേരത്തെ തന്നെ രാവിലെ ഉറങ്ങി, അതിരാവിലെ എണീറ്റായിരുന്നു പുള്ളി ഇന്ന്. അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി സെറ്റായി. പോയിട്ട് വരാം. ആദ്യം തന്നെ ഞാൻ വന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നെടുവേലി ഭഗവതി ക്ഷേത്രമാണ്. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇവിടെ സർപ്പദൈവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. അന്ന് ഇവിടെ നിന്ന് തൊഴുതിട്ട് ഞാനാണെങ്കിൽ രണ്ടാമത് പോയത് യോഗേശ്വര എന്ന ക്ഷേത്രത്തിലേക്കാണ്. അവിടെയാണെങ്കിൽ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. ഉപദേവതകളായിട്ട് ഭദ്രകാളിയും അയ്യപ്പനും ഗണപതിയും മുരുകനും ഒക്കെയുണ്ട്. അപ്പോൾ അവിടുന്ന് തൊഴുതിറങ്ങിയിട്ട് പിന്നെ ഞാൻ പെട്ടെന്നാണെങ്കിൽ വേറൊരു അമ്പലത്തിൽ കൂടി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സമയം പോകുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. അത് ക്ഷേത്രത്തിൻ്റെ പേര് പുല്ലുകാട്ട് നരസിംഹസ്വാമി ക്ഷേത്രമാണ്. നരസിംഹത്തിൻ്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ വളരെ റെയറായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടെയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അന്നദാനമൊക്കെ നടക്കും. ഞാനപ്പോൾ അതുകൊണ്ട് ഒരു അന്നദാനത്തിന് രസീതൊക്കെ എടുത്തു നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഓവർനൈറ്റ് ഓട്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെ കഴിച്ചാൽ വലിയ വികാരം ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ ഞാനാണെങ്കിൽ കുറച്ച് പീനട്ട് ബട്ടർ ഇതിൽ ചേർത്തു. കൂടുതലൊന്നും ചേർക്കരുത്, കാരണം ഇത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് ബനാനയും കുറച്ച് പൊമഗ്രനേറ്റും കൂടി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഡേറ്റ്സ് പൗഡറും കൂടി ചേർത്തു. അപ്പം ഭയങ്കര ഒരു നോർമലി ഉള്ള ഒരു ടേസ്റ്റിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടി. ഇപ്പം ഇതെനിക്കാണെങ്കിൽ പറഞ്ഞു തന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ശ്വേത ചേച്ചിയാണ്. ഫീലിംഗ് ബ്ലാസ്റ്റ്. ഭയങ്കര രസമാണ്. നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വർക്കിനൊക്കെ ഇരിക്കുമ്പോഴത്തേന് മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആണ്. അപ്പം എൻ്റെ ഓവർനൈറ്റ് ഓട്സ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് കഴിച്ചുകൊണ്ട് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സമയം കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ഓർക്കുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് നേരത്തെ ചോദിച്ചിട്ട് ഇറങ്ങിയിട്ട് പോകണം. ശിവേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകും. അപ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. താഴെ നിക്കുകൂട്ടനെയും കൂടി റെഡി ആക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞാനും നമ്മുടെ ഇക്കുകൂട്ടനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ശിവേട്ടൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോവും. ഹായ് പറഞ്ഞിക്കൂട്ടാ. അങ്ങനെ ഞങ്ങള് അച്ഛനെ കണ്ടുപിടിച്ചിരിക്കുന്നു. അച്ഛനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ വന്നിരിക്കുന്നത് റോസ് ടൗണിലാണ്, നമ്മുടെ എടപ്പള്ളിയിലുള്ള റോസ് ടൗണിൽ. ലാസ്റ്റ് ടൈമും ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡേയിൽ ഞങ്ങൾ ഈ കുഞ്ഞം കൊണ്ട് ഇവിടെയാണ് വന്നത്. അപ്പോൾ ഈ കൊല്ലം ഇവിടെ തന്നെ വന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എടപ്പള്ളിയിൽ നമ്മുടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുന്നോണിൽ സിൽക്സിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിക്കൂടെ ചെന്ന് കഴിഞ്ഞാലാണ് ഈ റോസ് ടൗൺ. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഗ്രിൽ ഐറ്റംസും പിന്നെ വേറെ കൺട്രീസിലെ സ്പെഷ്യൽ ഫുഡും അങ്ങനെയൊക്കെയുള്ള ഒരു മെനു ആണ് ഇവിടെ. അപ്പോൾ കൂടുതലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡുകൾ ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ എപ്പോഴും നമ്മൾക്ക് ബിരിയാണിയും ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് മടുത്തുവെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണിത്. അപ്പം നമ്മളാണെങ്കിൽ ലിഫ്റ്റിൽ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ ആദ്യം തന്നെ നമുക്കുള്ള സീറ്റ് സെറ്റ് ചെയ്തു. കാരണം എനിക്ക് കൂടുതലും കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ സോഫയുള്ള മോഡലുള്ള ഇതിലിരിക്കുന്നതാണ്. അപ്പോൾ അവനെ ആണെങ്കിൽ അതിൽ നമുക്ക് കൂടെ ഇരുത്താമല്ലോ. അപ്പം ഞങ്ങളാണെങ്കിൽ ഹാൻഡ് വാഷ് ഏരിയ വന്നിട്ട് കൈയൊക്കെ വാഷ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇക്കുകൂട്ടന് ഈ ലൈറ്റ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ആൾ. കാരണം എവിടെയും കുഞ്ഞു പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്കിങ്ങനെ ലൈറ്റ് കുറേ ഉള്ളത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ ക്രിസ്മസിൻ്റെ ഓൾറെഡി
കേക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നല്ല കസ്റ്റമൈസ്ഡ് കേക്കുകളൊക്കെ കിട്ടും. നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കാണെങ്കിൽ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പനെയും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കി ഇക്കുകുട്ടനെ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. അവന് ഭയങ്കര ഹാപ്പിയായി. അപ്പോഴേക്കും നമ്മൾ പാരലലി ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുള്ള ജ്യൂസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇക്കുകൂട്ടന് കുടിക്കേണ്ടതുകൊണ്ട് നമ്മൾ ജ്യൂസ് വരാൻ പറഞ്ഞു. അപ്പം നമ്മളാണെങ്കിൽ ഓർഡർ ചെയ്തത് റോസ് ടൗൺ സ്പെഷ്യൽ പൈനാപ്പിൾ ജ്യൂസും ഇക്കുകൂട്ടനാണെങ്കിൽ ഓറഞ്ച് ജ്യൂസുമാണ് വാങ്ങിയത്. അവന് കുറച്ചുകൂടി ഓറഞ്ചിനോടാണ് താല്പര്യം പൈനാപ്പിൾ നമ്മൾ അതുകൊണ്ട് അവന് കൊടുത്തു നോക്കിയിട്ടില്ല ഇതുവരെ. കൂടുതലും നമ്മൾ ഓറഞ്ചാണ് കൊടുത്തു കൊടുക്കുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സൂപ്പ് എത്തിയിട്ടുണ്ട്. ഇതാണെങ്കിൽ വെജ് വോണ്ടൺ സൂപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിലെ മെയിൻ ഫ്ലവേഴ്സ് മഷ്റൂമും പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസുമാണ്. പിന്നെ ഇതിലാണെങ്കിൽ മൊമോസ് പോലെ അതിൻ്റെ ഉള്ളിൽ വെജ്ജീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റാണ്. യൂഷ്വലി നമ്മളാണെങ്കിൽ സൂപ്പ് എന്ന് പറയുമ്പം ട്രൈ ചെയ്യാറുള്ള സാധാരണ മോഡലിലുള്ള നമ്മുടെ സ്വീറ്റ് കോണും അല്ലെങ്കിൽ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്, മാൻജോ, അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു ടൈമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ടൈപ്പുള്ള സൂപ്പാണിത്. ഇതിൻ്റെ ഗ്രേവി ആണെങ്കിൽ അത്ര തിക്കൊന്നും ആയിരിക്കത്തില്ല. ശരിക്കും വെള്ളം പോലെ തന്നെ ഭയങ്കര കട്ടി കുറവുള്ള ഒരു ഐറ്റം ആയിരിക്കും. പിന്നെ ടേസ്റ്റ് ആണെങ്കിലും ഭയങ്കര സ്പൈസിയോ അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റോ അങ്ങനെയൊന്നുമല്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തൊരു സ്റ്റാർട്ടറാണ്. അത് ജനറൽ ടീസോ എന്നാണ് ഇതിൻ്റെ നെയിം. അത് നമ്മുടെ നാട്ടിലെ സാധാരണ ചില്ലി ചിക്കൻ പോലെ ആയിരിക്കും. ക്യാപ്സിക്കവും ബ്രോക്കളിയും ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ കുൽച്ച ഓർഡർ ചെയ്തു. ഇതിനെ കുറച്ച് നല്ല വെറൈറ്റി, നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് സോസ് പാസ്തയാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മളാണെങ്കിൽ ഓർഡർ ചെയ്ത് ഉസ്ബെക്കിസ്ഥാൻ്റെ സ്പെഷ്യൽ പിലാവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. ഈ കേക്ക് നമ്മളാണെങ്കിൽ ഓമൈ കേക്കിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഓമൈ കേക്കിലെ കേക്കുകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ റെഡ് വെൽവെറ്റ് കേക്കാണിത്. അപ്പം നമ്മളങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ആനിവേഴ്സറി ഡേ ഇവിടെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ.